ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ഇൻഡോർ പോട്ട് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ. ആദ്യമേ നമുക്കൊരു വേസ്റ്റ് പാത്രം എടുക്കാം. അതിനുശേഷം വൈറ്റ് സിമെൻറ്റ് എടുക്കാം. വൈറ്റ് സിമെൻറ്റ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സാധാ സിമെൻറ്റ് ആയാലും ഒരു കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി മറ്റൊരു പാത്രം എടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു വേസ്റ്റ് എണ്ണ എന്തെങ്കിലും എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് ഞാൻ പുരട്ടുന്നത്. പാത്രങ്ങൾ എടുക്കുമ്പോൾ മിനുസമായ പാത്രങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റ് ഇളവി വഴുന്നതായിരിക്കില്ല. ഞാനിവിടെ എടുത്ത പാത്രത്തിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതിന് ഞാൻ പേപ്പർ ടാപ്പ് ഇട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സിമെൻറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമെൻറ്റ് അധികം വെള്ളം കുഴയ്ക്കുമ്പോൾ വെള്ളം കൂട്ടി ഒഴിക്കാനും പാടില്ല, എന്നാൽ വെള്ളം കുറയാനും പാടില്ല. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വേണം മിക്സ് ചെയ്യാൻ. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ. അടുത്തതായി ഏതെങ്കിലും ഒരു വേസ്റ്റ് ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിൻ്റെ സൈഡ് മുഴുവനും എണ്ണ പുരട്ടാൻ മറക്കരുത്. അതിനുശേഷം ഇതുപോലെ സിമെൻറ്റിലേക്ക് ഗ്ലാസ് ഇങ്ങനെ നടുവിലായിട്ട് ഇറക്കി വയ്ക്കുക. അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഗ്ലാസ് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏതെങ്കിലും ഒരു വേസ്റ്റ് ഗ്ലാസ് എടുത്താലും മതിയാവും. ഇനി ഇത് നമുക്ക് 24 മണിക്കൂർ ഉണങ്ങാൻ വേണ്ടി വയ്ക്കണം. നമ്മൾ കറക്റ്റ് ഒരു ദിവസത്തിന് ശേഷം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ടാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. പയ്യെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ സിമൻറ്റ് പൊടിഞ്ഞു പോകുന്നതായിരിക്കും. പതുക്കെ നമുക്ക് ഈ ഗ്ലാസ് ഊരിയെടുക്കാം. ഒട്ടും ധൃതിയിൽ ചെയ്യരുത്. കറക്റ്റായിട്ട് തന്നെ നമ്മളിവിടെ ഊരിയെടുത്തിട്ടുണ്ട്. കണ്ട ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ പാത്രത്തിന് ഇനി നമുക്ക് ഈ പോട്ട് ഊരിയെടുക്കണം. അതിനായി ഈ പാത്രത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി വിട്ടു കൊടുക്കണം. അതിനുശേഷം ഇത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് 2-3 തട്ട് കൊടുക്കണം. പയ്യെ വേണം തട്ടാൻ, ഇല്ലെങ്കിൽ പൊട്ടി പോകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇത് പയ്യെ പൊക്കിയെടുക്കാം. കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഡിസൈനൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഇത് അത്രയ്ക്ക് ശരിയായില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. ഇതിൻ്റെ നടുഭാഗത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്ട് ഈ ഗ്ലാസ്സാണ്. ഇതിൻ്റെ നടുഭാഗത്ത് ഞാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ ഹോളാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ പോട്ട് 3 ദിവസത്തേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ 3 ദിവസത്തിന് ശേഷം പോട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. തട്ടൊക്കെ കൊടുത്തിട്ടും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. 2 പോട്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അടുത്തതായി നമ്മുടെ പോട്ടിൻ്റെ മുകളിൽ നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചു കൊടുക്കുക. നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല ഫിനിഷ് കിട്ടുകയുള്ളൂ. ഈ സാൻഡ് പേപ്പർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏതെങ്കിലും ഒരു സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. നമ്മുടെ പോട്ടിൻ്റെ റഫ്നെസ്സൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. നല്ല സ്മൂത്തായി വരുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതിയാകും. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത പോട്ടും ഉരച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പോട്ടിനെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനിവിടെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ വൈറ്റ് അക്രലിക്കാണ് എടുത്തിരിക്കുന്നത്. അക്രലിക്ക് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനാമൽ പെയിൻറ്റും എടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഫുൾ പോട്ട് ഫുള്ളായിട്ട് വൈറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉപയോഗിക്കാം. ഞാനിവിടെ വൈറ്റാണ് ഉപയോഗിക്കുന്നത്.
എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണേ. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും എടുക്കുന്നത്. മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 പോട്ടിനും വൈറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇവിടെ ഇത് വൈറ്റിൻ്റെ പുറത്ത് മഞ്ഞ അക്രലിക്ക് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അടിച്ചാൽ മതിയാവും. ഈ വൈറ്റ് അടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടായത് കൊണ്ടാണ് മഞ്ഞ കളർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പുറം ഭാഗത്ത് ഫുൾ മഞ്ഞ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പോട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഫുൾ ബാക്കും സൈഡും എല്ലാ സ്ഥലത്തും മഞ്ഞ അടിക്കാൻ പോകുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പോട്ടിൽ ഫുൾ മഞ്ഞ കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ഉണ്ടാക്കിയ പോട്ടിൽ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ട്. അതിനായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള കാരണം നിങ്ങൾക്കും ആ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ പോട്ടിലേക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പോട്ടിൽ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മണി പ്ലാന്റ് ആണ് വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വെച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ മണി പ്ലാന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മണി പ്ലാന്റ് വെച്ചു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ പോട്ടിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനിവിടെ പെബിളുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെബിളുകൾ ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. ഒരു നിർബന്ധവും ഇല്ല കല്ലുകൾ വയ്ക്കണമെന്നുണ്ട് എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ഇന്നത്തെ പോട്ട് മേക്കിംഗ് വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കേണ്ട. ഇതിലും നല്ല നല്ല വീഡിയോകൾ ആസ്വദിക്കാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.